കാലിക്കറ്റ് സർവകലാശാലയിൽ 4 വർഷ ബിരുദ പ്രോഗ്രാം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവുമായി നടത്തിയ പ്രത്യേക അഭിമുഖം കേൾക്കാം ടോക്ക് ഓണിൽ. 4 ഇയർ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെയുണ്ട്. നിലവിലുള്ള 3 വർഷമുള്ള UG പ്രോഗ്രാം അത് 4 ഇയർ ആക്കുന്ന സമയത്ത് എന്താണ് അതിൽ കാണുന്ന ഏറ്റവും വലിയ മാറ്റം? 3 ഇയർ ഇപ്പോൾ നടന്നു വരുന്ന കോഴ്സിനെ 4ാമത്തെ വർഷത്തേക്ക് അടിച്ചു പരത്തി നീട്ടലല്ല ഈ മാറ്റത്തിൻ്റെ കേന്ദ്രത്തിലുള്ളത്. മാത്രമല്ല 3 ഇയർ എന്നുള്ള ഓപ്ഷൻ അവിടെ നിൽക്കുന്നുണ്ട്. 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ് ആർജിക്കുന്ന വിദ്യാർത്ഥിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടി ഡിഗ്രി ഉള്ള ആളായി ക്യാമ്പസിന് പുറത്തു പോകാനുള്ള അവസരം നൽകുന്നുണ്ട്. എക്സിറ്റ് ഓപ്ഷൻ നൽകുന്നുണ്ട്. കൂടുതൽ ഗവേഷണ കുതുകികളായിട്ടുള്ള കുട്ടികൾക്കും പ്രവൃത്തിയുന്മുഖമായ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള കുട്ടികൾക്കൊക്കെയാണ് 4ാം വർഷം തുടർന്ന് 177 ക്രെഡിറ്റ് ആർജിച്ച് ഓണേഴ്സ് ബിരുദമാണ് അവർക്ക് ലഭിക്കുക. അതാണ് പ്രത്യേകത. അപ്പോൾ ഒരു ആശങ്കയ്ക്കും വകയില്ല. നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ അവരെ പ്രിപ്പയർ ചെയ്യുകയും തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന ഗ്യാപ്പ് അടയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള കൂടുതൽ ഗൗരവമായിട്ട് അറിവന്വേഷണങ്ങളെ കാണുന്ന കുട്ടികൾക്ക് അതിനുള്ള അവസരം ഒരുക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥി കേന്ദ്രിതമാണ് സമീപനം. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് വൈവിധ്യപൂർണമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരുടെ ഫ്ലെക്സിബിലിറ്റിക്കും ഫ്രീഡത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവർ തിരഞ്ഞെടുക്കുന്ന കോളേജിന് പുറത്തുനിന്നും ക്രെഡിറ്റ് ആർജിക്കാനുള്ള അവസരം അവർക്കുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് വേറെ എവിടെയെങ്കിലാണ് നടത്തണമെങ്കിൽ അതിൽ നിന്നും ക്രെഡിറ്റ് ആർജിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ തൊഴിലവസരങ്ങൾ ഇപ്പം നേരിട്ട് ക്യാമ്പസിൽ നിന്ന് നേരിട്ട് കരിയർ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കരിയർ സാധ്യതകൾ അത് പ്രൈവറ്റായിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് എല്ലാ തലത്തിലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തലങ്ങളിൽ അതായത് തൊഴിൽ ദാതാക്കൾ ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ ആ രീതിക്ക് വിദ്യാർത്ഥികൾക്കൊരു ആശങ്കയുണ്ടല്ലോ, അതായത് പഴയ രീതിയിൽ പഠിച്ചു വന്ന ആളുകളുണ്ട്, എന്നാൽ ഞങ്ങൾ പുതിയ സ്ട്രീമിലേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷനിലൊക്കെ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ നിലവിലുള്ള സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? കൂടുതൽ നല്ല നിലയിൽ കാലാനുസാരിയായ പരിഷ്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ 10 കൊല്ലം മുമ്പ് ഇത് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഒരു പുറകോട്ട് വലിക്കലാണ്. അങ്ങനെയല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇതുവരെ ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് ഇനി ഉണ്ടാവാൻ പാടില്ലേ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സർവകലാശാലകളൊക്കെ 4 ഇയർ ബിരുദം എന്നുള്ളത് സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾ 3 ഇയർ പഠിച്ചാൽ മതിയോ? 3 ഇയർ പഠിച്ച് തൊഴിലിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ടല്ലോ. അവർക്ക് ആവശ്യമായ ഒരു തൊഴിലിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സ്കിൽ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. തൊഴിലാഭിമുഖ്യം വളർത്തുന്നുണ്ട്. ഏൺ വൈൽ യു ലേൺ എന്നുള്ള പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അത് കൃത്യമായ നിലയിൽ നടപ്പാക്കണം, എല്ലാ ക്യാമ്പസിലും നടപ്പാക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതുപോലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ക്യാമ്പസുകളിൽ ആരംഭിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന പദ്ധതി കഴിഞ്ഞ 3 വർഷമായിട്ട് വിജയകരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ പോകാൻ പറ്റില്ല. ഇപ്പം തന്നെ പല കുട്ടികളും വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നതിൻ്റെ മുഖ്യ കാരണം അവർക്ക് ഇപ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. തൊഴിൽ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ തന്നെ തൊഴിൽ ചെയ്യാനുള്ള അവസരം കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും അവർ കാണുന്ന ആകർഷണീയത. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട് എന്ന് പറയുന്നതിൽ വലിയ കഴമ്പില്ല. കാരണം വിദ്യാർത്ഥികളാരും ആശങ്കയായിട്ട് വരുന്നത് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ വിദ്യാർത്ഥികളായിട്ട് സംവദിച്ചു കുറേ വേദികളിലൊക്കെ. നമ്മുടെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാതലത്തിൽ ഉണ്ടായിരുന്നു. അതിനു മുൻപ് സംസ്ഥാനതല പരിശീലനം പട്ടത്തെ സെൻറ്റ് മേരീസ് സ്കൂളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ അവിടെയൊന്നും വിദ്യാർത്ഥികൾ എന്തെങ്കിലും ആശങ്ക ഉന്നയിച്ചതായിട്ട് അനുഭവമില്ല. അപ്പോൾ അത് തെറ്റായ ഒരു അഭിപ്രായമാണ്. വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട് എന്നുള്ളത് ഒരാശങ്കയ്ക്കും അവകാശമില്ല. അത് കുട്ടികൾക്ക് വേണ്ടി പിഴവില്ലാതെ നടത്തുന്നതിന് കേരളത്തിലെ അക്കാദമിക് കമ്മ്യൂണിറ്റി, സർവകലാശാല സമൂഹങ്ങൾ, കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി തന്നെ നിൽക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി അത് കൃത്യതയോടെ കുറ്റമില്ലാതെ നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം.
മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ മേജറായിട്ട് ഒരു ഹ്യൂമാനിറ്റീസ് കോഴ്സ് എടുക്കുന്നു, അതിന് പകരം തന്നെ ഇൻ്റർ ഡിസിപ്ലിനറി പല കോഴ്സുകളും ഇപ്പോൾ സയൻസ് വിഷയങ്ങളിലൊക്കെ നമുക്ക് എടുക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് ആ ഒരു വ്യത്യാസത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ സയൻസ് ആണെങ്കിൽ കുറച്ചുകൂടി ലാബ് ഫെസിലിറ്റീസൊക്കെ ആവശ്യമുണ്ട്, അപ്പോൾ ആ ഒരു കാര്യത്തെ, ഒരു വ്യത്യാസത്തെ എങ്ങനെയാണ് മാനേജ്മെൻറ്റുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ വികസനമുണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത്. 4000 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 4 വർഷം കൊണ്ട് ചെലവിട്ടു എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇക്കണോമിക് റിവ്യൂവിൽ തന്നെയാണ്. അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ പശ്ചാത്തല സൗകര്യ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഓരോ കോളേജും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഈ വളർച്ച കാണാം. പിന്നെ നമ്മുടെ സർവകലാശാലകളിലെല്ലാം മോഡേണൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറികളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയിലും കേരള സർവകലാശാലയിലും ഉള്ള സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റീസ് ഇന്ന് രാജ്യത്ത് തന്നെ ഒന്നാംകിടയായിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ സൗകര്യങ്ങളില്ല എന്നൊക്കെ വെറുതെ പറയുകയാണ്. സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ഇനിയിപ്പോൾ 4-ാം വർഷമാണ് റിസർച്ച് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ് വരുന്നത്. 3 വർഷം നമുക്ക് മുന്നിലുണ്ട് ഇനിയും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. അതൊന്നും വലിയ കാര്യമല്ല. കാരണം കുട്ടികൾ 4-ാം വർഷം എത്തി റിസർച്ചിനോ ഇൻറ്റേൺഷിപ്പിനോ ഒക്കെ പോകുമ്പോൾ അവർ അതേ സ്ഥാപനത്തിൽ തന്നെ ദിവസവും വന്നത് ചെയ്യണം എന്നല്ല പറയുന്നത്. 4-ാം വർഷം അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അവരുടേതായ പഠന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ അവർ ഇൻറ്റേൺഷിപ്പിനൊരു ഫേമിൽ പോകുന്നു, അതല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റിന് പോകുന്നു, റിസർച്ച് ആക്ടിവിറ്റി തന്നെ ഒരു റിസർച്ച് സ്ഥാപനത്തിൽ ചെയ്യുന്നു. ഇതിനൊക്കെ ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ അവർ ഈ കോളേജിൽ വന്ന് എല്ലാവരും ഒരു ലാബിൻ്റെ അകത്ത് ഒരേ സമയം പണി ചെയ്യണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആ സങ്കല്പനയെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതൊരു പരമ്പരാഗത വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആശങ്കയൊക്കെ വരുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പം തന്നെ മോശമല്ലാത്ത നിലയിൽ ക്യാമ്പസുകളിലുണ്ട്. നമ്മളിരിക്കുന്ന ഈ മുറി നോക്കൂ, ഇതുപോലെ ഒരു ഹോള് മുമ്പുണ്ടായിരുന്നോ ക്യാമ്പസുകളിൽ? ഇല്ല. അപ്പോൾ ഈ ഒരു വിഷനിലുണ്ടായ മാറ്റം നേരത്തെ തന്നെ നമ്മുടെ ക്യാമ്പസുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ക്യാമ്പസുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, കോളേജുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന A++ഉം A+ഉം A ഗ്രേഡും ഒക്കെ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കലാലയങ്ങൾ നാക് അക്രഡിറ്റേഷന് പോകുമ്പോൾ A++ഉം A+ഉം ഒക്കെ അവർക്ക് ലഭിക്കുന്നു. അതുപോലെ NIRF റാങ്കിങ്ങിൽ 200 സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ്. ആദ്യത്തെ 200-ൽ 42 സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ 21% കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങളാണ് മികവാർന്ന കോളേജുകൾ എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ടോക്ക് ഓണിൽ ഇതുവരെ കാലിക്കറ്റ് സർവകലാശാലയിൽ 4 വർഷ ബിരുദ പ്രോഗ്രാം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവുമായി നടത്തിയ അഭിമുഖമാണ് കേട്ടത്.